പ്രവേശൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ഇനി 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് തികയണം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായം 2026-27 അധ്യയന വർഷം മുതൽ 6 വയസ്സ്. 2026 ജൂണിൽ 6 വയസ്സ് പൂർത്തിയാവുന്ന കുട്ടികൾക്കാണ് പ്രവേശനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വരുന്ന ജൂണിൽ ആരംഭിക്കുന്ന ഈ അധ്യയന വർഷം 2025-26 കൂടി 5 വയസ്സുള്ള കുട്ടികളെ 1-ാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാം. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനത്തിനുള്ള പ്രായം ഇപ്പോൾ 5 വയസ്സാണെങ്കിലും നിലവിൽ 1-ാം ക്ലാസ് പ്രവേശനം നേടുന്നവരിൽ 52% കുട്ടികളും 6 വയസ്സ് പൂർത്തിയായവരാണ്. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം കുട്ടികൾ ഔപചാരിക പഠനത്തിന് സജ്ജമാകുന്നത് 6 വയസ്സിനു ശേഷമാണ്. അതിനാൽ വികസിത രാജ്യങ്ങളിലെല്ലാം ഔപചാരിക വിദ്യാഭ്യാസ തുടക്കം 6 വയസ്സോ അതിനു മുകളിലോ ആണ്. ഏപ്രിൽ യൂണിറ്റിന് 7 പൈസ നിരക്ക്. ഏപ്രിൽ മാസത്തിൽ യൂണിറ്റിന് 7 പൈസ നിരക്കിൽ സർചാർജ് പിരിക്കാൻ KSEBയുടെ തീരുമാനം. ഫെബ്രുവരിയിലെ 14.38 കോടി രൂപയുടെ അധിക ബാധ്യത നികത്താനാണിത്. മാർച്ച് മാസത്തിൽ 8 പൈസയായിരുന്നു സർചാർജ്. ഫെബ്രുവരി വരെ 19 പൈസ വീതം സർചാർജ് ഈടാക്കിയിരുന്നു. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്ന 10 പൈസയുടെ സർചാർജ് ഫെബ്രുവരിയിലും തീർന്നതോടെയാണ് വൻ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഉപഭോക്താക്കൾ രക്ഷപ്പെട്ടത്. BJPയെ പോലെ തന്നെ DMKയും ഫാസിസം കാട്ടുന്നുവെന്ന് വിജയ്. DMKയെ പരിഹസിച്ച് നടനും DVK പ്രസിഡന്റുമായ വിജയ് ഓരോ കുടുംബവും നന്നാക്കി ജീവിക്കുക എന്ന് ചിന്തിക്കുന്നതാണ് രാഷ്ട്രീയം. ഒരു കുടുംബം മാത്രം നന്നായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെ രാഷ്ട്രീയമാകും? ആദ്യ സമ്മേളനം മുതൽ DMK വേട്ടയാടുന്നുവെന്നും വിജയ് വ്യക്തമാക്കി. BJPയെ പോലെ തന്നെ DMKയും ഫാസിസം കാട്ടുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. മോദിയുടെയും സ്റ്റാലിന്റെയും പേരെടുത്തായിരുന്നു വിമർശനം. പ്രവർത്തകരെ ദ്രോഹിക്കാൻ DMKയ്ക്ക് എന്ത് അവകാശമെന്നും വിജയ് ചോദിച്ചു. അഴിമതി നടത്താൻ BJPക്ക് ഒപ്പം കൂടുന്നുവെന്നും മോദി DMKയുടെ സീക്രട്ട് ഓണർ എന്നും വിജയ് വ്യക്തമാക്കി. ഇവിടെ മത്സരം DVKയും DMKയും തമ്മിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പാർട്ടികൾ തമ്മിലാണ് മത്സരമെന്നും വിജയ് വ്യക്തമാക്കി. കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മരിച്ചു. ഒരാളെ കാണാതായി. അടിമലത്തുറ കടലിൽ കുളിക്കാനിറങ്ങി തിരയിൽപ്പെട്ട 2 കോളേജ് വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചു. ഒരാളെ കാണാനില്ല. വെങ്ങാനൂർ സ്വദേശി ജീവനാണ് മരിച്ചത്. പാറ്റൂർ സ്വദേശി ശ്രീ പാർത്ഥസാരഥിയെയാണ് കടലിൽ കാണാതായത്. ഇയാൾക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു സംഭവം. 3 വിദ്യാർത്ഥികളാണ് കടൽ തീരത്തെത്തിയത്. ഇതിൽ 2 പേർ കുളിക്കാനിറങ്ങി. പെട്ടെന്നുണ്ടായ തിരയിൽ ഇവർ പെട്ടുപോവുകയായിരുന്നു. കരയിൽ നിന്ന വിദ്യാർത്ഥി ബഹളം വെച്ചതോടെ ഗാർഡും തീരത്ത് പരിശീലനം നടത്തിയിരുന്ന കരസേനാംഗങ്ങളും ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ജീവനെ ലൈഫ് ഗാർഡുകളും സേനാംഗങ്ങളും ശ്രമപ്പെട്ട് കരയിലെത്തിച്ചു. തുടർന്ന് സേനാംഗങ്ങൾ പ്രാഥമിക ശുശ്രൂഷ നൽകി. ശേഷം സേനയുടെ തന്നെ ആംബുലൻസിൽ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം സംഭവിച്ചത്. അമ്മയുടെ മുന്നിൽ മകനെ വെട്ടിക്കൊലപ്പെടുത്തി. ഗുണ്ടാ സംഘം വീട്ടിൽ കയറി യുവാവിനെ അമ്മയുടെ കൺമുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. നിരവധി കേസുകളിൽ പ്രതിയായ പടനായർകുളങ്ങര സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ നവംബറിൽ കരുനാഗപ്പള്ളി ചങ്ങൻകുളങ്ങര സ്വദേശിയെ സന്തോഷ് കുത്തിപ്പരിക്കേൽപ്പിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. കൊലപാതക ശേഷം ഇതേ സംഘം വവ്വാക്കാവിൽ വെച്ച് സന്തോഷിന്റെ സുഹൃത്തായ ഓച്ചിറ സ്വദേശി അനീറിനെ ദേഹമാസകലം വെട്ടി പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. സന്തോഷും അമ്മ ഓമനയമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വ്യാജ നമ്പർ പതിച്ച ഇന്നോവ കാറിലാണ് 6 അംഗ ഗുണ്ടാ സംഘം എത്തിയത്. കാറ് റോഡ് വക്കിൽ ഒതുക്കിയ ശേഷം 4 പേർ നടന്ന് സന്തോഷിന്റെ വീട്ടിലെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഇതോടെ ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയുടെ പ്രവർത്തനം നിലച്ചു. തുടർന്ന് സംഘം മൺവെട്ടിയും കോടാലിയും ഉപയോഗിച്ച് കതക് വെട്ടിപ്പൊളിച്ചു. സന്തോഷിന്റെ മുറി എന്ന് കരുതി സംഘം ആദ്യം പൊളിച്ചത് ഓമനയമ്മയുടെ മുറിയുടെ വാതിലായിരുന്നു. തുടർന്നാണ് സന്തോഷിന്റെ മുറിയുടെ കതക് തകർത്തത്. മുറിക്കുള്ളിൽ കയറിയ സംഘം 2 പ്രാവശ്യം തോട്ട പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടെങ്കിലും അയൽവാസികൾ ഭയന്ന് പുറത്തിറങ്ങിയില്ല. അക്രമികൾ സന്തോഷിന്റെ കാല് കൂടത്തിന് അടിച്ചു തകർത്ത ശേഷം നെഞ്ചിലും തലയിലും മുതുകിലും വാളുകൊണ്ട് വെട്ടുകയായിരുന്നു. സംഭവശേഷം അക്രമികൾ കാറിൽ കയറി രക്ഷപ്പെട്ടു. ജനന സർട്ടിഫിക്കറ്റിൽ പേര് മാറ്റാൻ ഇനി ഗസറ്റഡ് വിജ്ഞാപനം മാത്രം മതി. പേര് മാറ്റാൻ സ്കൂൾ രേഖകളിലും മാറ്റം വരുത്തണമായിരുന്നു. ഇതാണ് ഒഴിവാക്കിയത്. സ്കൂൾ രേഖയിലെ തിരുത്തലിന് CBSE, ICSE സ്കൂളുകളിൽ പഠിച്ചവർക്കായിരുന്നു ബുദ്ധിമുട്ട്.
ഗസറ്റ് വിജ്ഞാപനത്തിന് പുറമെ തിരുത്തിയ ജനന സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിലേ CBSE ICSE രേഖകൾ തിരുത്താൻ കഴിയും. ഈ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കൊല്ലം സ്വദേശി കണ്ണൻ B. ദിവാകർ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കിയത്. മെയ് 31-നകം സ്ഥലം മാറ്റം. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റ നടപടികൾ മെയ് 31-നകം പൂർത്തിയാകും. ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ച് പരമാവധി 1.5 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പൊതുസ്ഥലമാറ്റ നടപടികൾ NEC-യുടെ പിന്തുണയോടെ കൈറ്റ് ആയിരിക്കും നടത്തുക. പൊതുസ്ഥലമാറ്റത്തിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ കൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ തലം വരെയുള്ള അധ്യാപിക സ്ഥലമാറ്റവും അന്തർജില്ലാ സ്ഥലമാറ്റവും അധ്യയന വർഷാരംഭത്തിന് മുന്നേ പൂർത്തിയാക്കണമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പ്രതിയുടെ കുത്തേറ്റ് SIക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് ലഹരി കേസ് പ്രതിയുടെ ആക്രമണത്തിൽ SIക്ക് പരിക്ക്. പൂജപ്പുര SI സുധീഷിന്റെ കയ്യിലാണ് കുത്തേറ്റത്. തിരുമല സ്വദേശി ശ്രീജിത്ത് ഉണ്ണി ആക്രമിച്ചതിന് ശേഷം ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ലഹരി ഉപയോഗിക്കുന്നത് അറിഞ്ഞ് സ്ഥലത്തെത്തിയതാണ് പോലീസ് സംഘം. കഴിഞ്ഞ ദിവസം രാത്രി 10:30 മണിയോടെയാണ് ആക്രമണം നടന്നത്. ശ്രീജിത്ത് ഉണ്ണി മദ്യപിച്ച് ബഹളം വയ്ക്കുകയായിരുന്നു. ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ SIയുടെ വയറിന് കുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് കൈക്ക് കുത്തേറ്റത്. തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടു. പരിക്കേറ്റ സുധീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീജിത്ത് ഉണ്ണിക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബസ്സിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തി. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ സ്വകാര്യ ബസ്സിൽ നിന്നും നാടൻ തോക്കിന്റെ 150 തിരകൾ പിടികൂടി. എക്സൈസ് ഇൻസ്പെക്ടർ VR രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് വീരാജ്പേട്ട വഴി എത്തിയ സ്വകാര്യ ബസിന്റെ ബർത്തിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ തിരകൾ കണ്ടെത്തിയത്. എക്സൈസ് അധികൃതർ കസ്റ്റഡിയിലെടുത്ത ബസ്സും തിരകളും ഇരിട്ടി പോലീസിന് കൈമാറി. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉളിക്കൽ കാലാങ്കി സ്വദേശിയായ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കർണാടകത്തിൽ നിന്നും മയക്കുമരുന്ന് കടത്ത് വ്യാപകമായ സാഹചര്യത്തിൽ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എല്ലാ വാഹനങ്ങളും എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. കായിക ലോകം. ഇന്ന് ധോണിയും കോഹ്ലിയും നേർക്കുനേർ. IPL-ൽ ഇന്ന് ധോണിയും കോഹ്ലിയും നേർക്കുനേർ. രാത്രി 7:30 ചേപ്പോക്കിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. IPL-ലെ എൽ ക്ലാസിക്കോ എന്ന് മുംബൈ ചെന്നൈ മത്സരത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. എങ്കിലും ബംഗളൂരു ചെന്നൈ പോരാട്ടവും എന്നും ആവേശം തീർക്കാറുണ്ട്. IPL-ന്റെ ഉദ്ഘാടന സീസണായ 2008-ൽ വിജയിച്ചതിന് ശേഷം RCBക്ക് ഒരിക്കൽ പോലും ചേപ്പോക്കിൽ വെച്ച് ചെന്നൈയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. രജത് പട്ടീദർ നയിക്കുന്ന RCB ഈ ചരിത്രവും പേറിയാണ് ഇന്ന് CSKയെ നേരിടാൻ പോകുന്നത്. ബൗളർമാർക്ക്, പ്രത്യേകിച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായ സവിശേഷമായ പിച്ചുകൾക്ക് പേരുകേട്ട ചെപ്പോക്ക് CSKയുടെ ശക്തി കേന്ദ്രമാണ്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. വേനൽക്കാലത്ത് കുക്കുംബർ ജ്യൂസ്. ശരീരത്തിൽ ജലാംശം നിലനിർത്തി ആരോഗ്യം നൽകാനുള്ള വഴിയാണ് കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നത്. ഇതിൽ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, വിറ്റാമിൻ A, K എന്നിവയുമുണ്ട്. വേനൽക്കാലത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്തി പ്രതിരോധശേഷി നൽകാനും കുക്കുംബർ ജ്യൂസ് ഫലപ്രദമാണ്. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതിനാൽ ലിവർ, കിഡ്നി എന്നിവയുടെ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യകരമായ ചർമ്മത്തിനും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും ഈ ജ്യൂസിന് കഴിവുണ്ട്. തേർഡ് എ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.